ഹലോ, നമസ്കാരം. എമ്പുരാൻ സിനിമയുടെ ഒരു ഷോർട്ട് റിവ്യൂവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നലെ ഞാനും കുടുംബവും എമ്പുരാൻ മൂവി കണ്ടു. ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ ഹയസ്റ്റ് ഓഫ് എക്സലൻസ്, അതായത് ഒരു ഹോളിവുഡ് നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ആ സിനിമയിൽ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ എൻജോയ് ചെയ്തു ഞാൻ. പിന്നെ ആക്ഷൻ ത്രില്ലർ മൂവി ആയതുകൊണ്ട് തന്നെ കൂടുതലും പുരുഷന്മാർക്കും ആൺകുട്ടികൾക്കും കൂടുതൽ ഇഷ്ടപ്പെടും. ഞാനും എൻജോയ് ചെയ്തു. പിന്നെ ഇതിൽ മുന്നിലും പിന്നിലും പ്രവർത്തിച്ചിരിക്കുന്നവർ അവരുടെ ഒത്തിരി ഹാർഡ് വർക്ക് ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് 100% നമുക്ക് വ്യക്തമാണ്. അവർക്ക് ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ. പിന്നെ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. കാരണം സിനിമ തിയേറ്ററിൽ പോയി കാണുമ്പോൾ അത് നമ്മൾ കുടുംബവും ആയിട്ട് ഒരുമിച്ച് പുറത്തേക്ക് പോകുന്നു. അതുപോലെ ഓഡിയൻസിൻ്റെ വൈബ്, മോഹൻലാലൊക്കെ വരുമ്പോഴേക്കും ഓഡിയൻസിൻ്റെ ഒരു ഹർഷാരവം, അതൊക്കെ നമുക്ക് തിയേറ്ററിലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ കഥാപാത്രം വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തു കേട്ടോ. നമുക്കത് നല്ല ഇൻസ്പിറേഷൻ ഉണ്ടാവും. നമ്മൾ ലേഡീസിനെ വളരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ളൊരു കഥാപാത്രമാണ് മഞ്ജു വാര്യർ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നു. അതുപോലെ ടോവിനോ, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, അതുപോലെ മോഹൻലാൽ, ഇവരെല്ലാം ഇങ്ങനെ ഒരു താരനിര. മീൻസ് അതിൻ്റെ ഫ്രെയിമിൽ ഒത്തിരി താരങ്ങൾ അഭിനയിച്ചിരിക്കുന്നു. ഈ ഫ്രെയിമിന് മുന്നിലും പിന്നിലും, അതുപോലെ ഇൻക്ലൂഡിങ് ഒരു ടൈറ്റിൽ എഴുതിയവർക്ക് ആണെങ്കിൽ പോലും അവർക്ക് എന്താ പറയുക, അവരുടെ ഒത്തിരി ഡെഡിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കും. രാപകലില്ലാതെ അവരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇതുപോലൊരു സിനിമ പുറത്തേക്ക് വരുന്നത്. അപ്പം അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ മകൻ വളരെയധികം ഈ സിനിമ എൻജോയ് ചെയ്തു. അപ്പം അതുപോലെ അതാ ഞാൻ പറഞ്ഞത്, ആൺകുട്ടികൾക്കും പുരുഷന്മാർക്കും ആയിരിക്കും ആക്ഷൻ ത്രില്ലർ മൂവി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. എങ്കിലും ഞാനും അവരുടെ ഒരു സന്തോഷം നമ്മളിലോട്ടും പ്രസരിക്കുമല്ലോ. അപ്പം ഞാനും 20-ാം നൂറ്റാണ്ട് സിനിമയുടെയൊക്കെ ഫാനാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് അന്ന് വളരെ കൊച്ചായിരുന്നപ്പോൾ തന്നെ ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്, ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് ഭയങ്കര ജോഷുള്ള ചില പാട്ടുകളൊക്കെ ഇനി ഒന്നും കൂടിയൊക്കെ കേൾക്കണം. ജോബ് കുര്യനൊക്കെ പാടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് സന്തോഷമായി. കുടുംബമായിട്ട് നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു. അപ്പോൾ എമ്പുരാൻ സിനിമ കാണുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.